ക്ലാപ്പന EMS സാംസ്കാരിക വേദി ലൈബ്രറി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കും. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ക്ലാപ്പന പഞ്ചായത്തിലെ തന്നെ സുരൻ എന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത്. അദ്ദേഹം ഈ നിർമ്മാണ മേഖലയിൽ ടൈൽ പണി ചെയ്ത് ജീവിക്കുന്ന ഒരു യുവാവാണ്. ഭാര്യയും 2 പെൺകുട്ടികളുമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ 3 ദിവസം ആഴ്ചയിൽ ഡയാലിസിസ് ചെയ്താണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. വീട് എന്നത് സ്വപ്നം പോലും കാണാത്ത ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർക്കായി ചെയ്തു കൊടുക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി 516 സ്ക്വയർ ഫീറ്റിലാണ് ആ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 2 ബെഡ്റൂമും ഒരു ഹാളും കിച്ചനും ടോയ്ലറ്റും ചെറിയൊരു വരാന്തയുമടക്കം 516 സ്ക്വയർ ഫീറ്റിലുള്ള വീട് നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഏതാണ്ട് 13 ലക്ഷം രൂപയാണ് ചിലവായിട്ടുള്ളത്. പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനയായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുള്ളത്. നാളെ ലൈബ്രറി കൗൺസിലിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആ വീട് അവർക്ക് നൽകും. ഇരുവൃക്കകളും തകർന്ന് ജീവിതം പ്രതിസന്ധിയിലായ സുരൻ എന്ന യുവാവിനും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. സുരനും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം വാസയോഗ്യമല്ലാത്ത വീട്ടിലായിരുന്നു താമസം. ആ സ്നേഹവീട് സമർപ്പിക്കുന്നത് ഈ ഗ്രന്ഥശാല തന്നെ 2021 ഒരു വീട് നിർമ്മിച്ചു നൽകുകയുണ്ടായി. 2022 വിവാഹം സ്വപ്നമായിരുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുകയുണ്ടായി. ആ ഗ്രന്ഥശാല പ്രവർത്തനത്തിനൊപ്പം ആ ക്ലാപ്പന പ്രദേശത്തെ ആളുകളുടെ വ്യത്യസ്തങ്ങളായ നിരവധി പ്രവർത്തനങ്ങൾ ഈടുപെടുന്നുണ്ട്. അതിവിപുലമായ ഒരു പാലിയേറ്റീവ് സംവിധാനം ആ ഗ്രന്ഥശാലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അവർ നടത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തന വഴികളിൽ ഏറ്റവും അവസാനത്തേതാണ് ഈ വീട്. 2 വൃക്കകളും തകർന്ന് 2 പെൺകുട്ടികൾ മാത്രമുള്ള ഒരു നിർധന കുടുംബത്തിനാണ് ഈ വീട് നിർമ്മിച്ച് നൽകുന്നത്. ആ വീട് നാളെ വൈകിട്ട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് VK മധു കുടുംബത്തിന് കൈമാറുകയാണ്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്താണ് നിർമ്മാണ തൊഴിലാളിയായ യുവാവ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ ജീവിതാവസ്ഥ കണ്ടറിഞ്ഞാണ് വാസയോഗ്യമായ വീട് നിർമ്മിക്കാൻ ഗ്രന്ഥശാല മുന്നിട്ടിറങ്ങിയത്. 516 ചതുരശ്ര അടിയിൽ 2 കിടപ്പുമുറികളും ഹാളും സിറ്റൌട്ടും ടോയ്ലറ്റ് ബ്ലോക്കും അടങ്ങുന്ന വീടിന് 13 ലക്ഷം രൂപയാണ് വിനിയോഗിച്ചത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു താക്കോൽ കൈമാറും. മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ എന്നിവർ മുഖ്യ അതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ, ഗ്രന്ഥശാല സെക്രട്ടറി R മോഹനൻ, D രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.